لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، وعن ابن عباس رضي الله عنهما عن النبي صلى الله عليه وسلم قال: من تحلم بحلم لم يره كلف أن يعقد بين شعيرتين ولن يفعل، ومن استمع إلى حديث قوم وهم له كارهون صب في أذنيه الآنك يوم القيامة، ومن صور صورة عذب، وكلف أن ينفخ فيها الروح وليس بنافخ. رواه البخاري رحمه الله. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, റിയാദു സാലിഹീനിൽ കളവ് പറയുന്നതിൻ്റെ ഗൗരവം, അത് അങ്ങേയറ്റത്തെ പാപമാണ്, നിഷിദ്ധമാണ് എന്ന് പറയുന്ന അധ്യായത്തിലാണ് നമ്മളുള്ളത്. 2 ഹദീസുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. മൂന്നാമതായി ആ അധ്യായത്തിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയ ഹദീസാണ് നമ്മൾ കേട്ടത്. മഹാനായ സഹാബി അബ്ദുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അവരാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇബ്നു അബ്ബാസ്, നമുക്കറിയാം, ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞാൽ, അബ്ബാസിന്റെ മോൻ എന്ന് പറഞ്ഞാൽ അബ്ദുള്ളയാണ്. എപ്പോഴും സഹാബിമാരെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ എന്ന് നമ്മൾ പറയും. കാരണം അബ്ബാസ് സഹാബിയാണ്, അബ്ദുള്ള സഹാബിയാണ്. അതുകൊണ്ട് തന്നെ ആ പേര് പറയുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, 2 പേരും സഹാബികളാണ്. അതുകൊണ്ടാണ് അൻഹുമാ എന്ന് പ്രത്യേകം എടുത്തു പറയുന്നത് എന്ന് സാന്ദർഭികമായി ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ സഹാബി പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. എന്താണ് നബി തങ്ങളുടെ വാചകം? മൻ തഹല്ലമ, ആരെങ്കിലും കള്ളസ്വപ്നം പ്രസ്താവിച്ചാൽ. തഹല്ലമ എന്ന് പറഞ്ഞാൽ കള്ളസ്വപ്നം പ്രസ്താവിക്കുക. എങ്ങനെയുള്ളത്? മൻ തഹല്ലമ ബിഹുൽമിൻ, ഹുൽമ് എന്ന് പറഞ്ഞാൽ സ്വപ്നം, സ്വപ്നത്തിനാണ് ഹുൽമ് എന്ന് പറയാം. അതിന്റെ ബഹുവചനമാണ് അഹ്ലാം. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂസുഫിലൊക്കെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട് അഹ്ലാം എന്നുള്ള പ്രയോഗം. അപ്പൊ ഹുൽമ് എന്ന് പറഞ്ഞാൽ സ്വപ്നം. തഹല്ലമ ബിഹുൽമിൻ, തഹല്ലമ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ആശയം? അത് നമുക്ക് ശേഷമുള്ള വാചകങ്ങളിൽ വ്യക്തമാണ്. മൻ തഹല്ലമ, ആരെങ്കിലും ഒരു കള്ളപ്രസ്താവന നടത്തിയാൽ, കള്ള സ്വപ്നം പ്രസ്താവിച്ചാൽ, ബിഹുൽമിൻ, ഒരു സ്വപ്നത്തെ കുറിച്ച്, ലം യറഹു, അവനത് എന്തിയിട്ടില്ല, കണ്ടിട്ടില്ല. അതാണല്ലോ കള്ള സ്വപ്നം എന്ന് പറയുന്നത്. ഒരാൾ കണ്ടിട്ടില്ല ഒരു സ്വപ്നം, എന്നിട്ട് അയാൾ കണ്ടു എന്ന് പറയാം. അങ്ങനെ കാണാത്ത സ്വപ്നം കണ്ടു എന്നാരെങ്കിലും പറഞ്ഞാൽ, നമ്മുടെ അധ്യായം ബാബു തഹരീമിൽ കെദിബാണ്, കള്ളം പറയുന്നതിന്റെ നിഷിദ്ധത, അത് അങ്ങേയറ്റത്തെ ഗുരുതരമായ മഹാപാപമാകുന്നു എന്നുള്ളതിന് ഉപോത്ബലകമായിട്ടാണല്ലോ ഈ അധ്യായത്തിൽ ഈ ഹദീസ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ചേർത്തിട്ടുള്ളത്. അപ്പോ ഇവിടെ മൻ തഹല്ലമ ബിഹുൽമിൻ, ആരെങ്കിലും ഒരു സ്വപ്നത്തെ സംബന്ധിച്ച് കളവ് പ്രസ്താവിച്ചാൽ, അഥവാ ലം യറഹു, അവൻ കണ്ടിട്ടില്ലാത്ത സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ, അതിന് വലിയ പാപമാണ്, വലിയ തെറ്റാണത്. കുല്ലിഫ, അവനോട് നിർബന്ധിക്കപ്പെടും,
അവനോട് ശാസിക്കപ്പെടും. കുല്ലിഫ, കല്ലഫ, കുല്ലിഫ, തക്ലീഫ് എന്നൊക്കെ നമ്മൾ ധാരാളം അറബി ഭാഷാ പ്രയോഗങ്ങളിൽ കേൾക്കാറുള്ളതാണ്. തക്ലീഫ് ഖുർആനിൽ തന്നെ കാണാം. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാന്ന് സൂറത്ത് അൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ നമ്മൾ പതിവായി പാരായണം ചെയ്യുന്നവരാണ്. അതിൽ ലാ യുകല്ലിഫുല്ലാഹു എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ആ പദത്തിന്റെ പരിചയത്തിന് വേണ്ടി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അപ്പൊ കുല്ലിഫ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു നിർബന്ധിക്കും അവനോട്. ആ മനുഷ്യൻ നിർബന്ധിക്കപ്പെടുന്നതാണ്. കാണാത്ത സ്വപ്നം കണ്ടു എന്ന് കള്ളപ്രസ്താവന നടത്തിയവർ മഹ്ശറിൽ നിർബന്ധിക്കപ്പെടും. എന്തിന്? അൻ യഅഖുദ, കെട്ടിടാൻ. അഖദ, യഅഖുദ എന്ന് പറഞ്ഞാൽ എന്താണ്? കെട്ടിടുക. നമുക്ക് പരിചയമുണ്ട്. പിന്നെ ഒമിൻ ശർരിൻ നഫാസാതി ഫിൽ ഉഖദി, നമുക്ക് സൂറത്തുൽ ഫലഖിൽ എല്ലാവർക്കും സുപരിചിതമാണ്. കെട്ടുകൾ, ഉഖദ് എന്ന് പറഞ്ഞാൽ കെട്ടുകളാണ്. അപ്പൊ കെട്ടുകളിൽ ഊതുന്ന, സിഹിർ ചെയ്യുന്ന, മാരണം ചെയ്യുന്ന അത്തരത്തിലുള്ള സ്ത്രീകൾ, അത്തരത്തിലുള്ള സാഹിറന്മാർ, അവരുടെ ഷെറിൽ നിന്ന് അള്ളാഹുവിനോട് നമ്മൾ കാവൽ ചോദിക്കുന്നു. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? അൻ യഅഖുദ ബൈന ശഈറതൈനി, 2 ഗോതമ്പ് മണികൾ തമ്മിൽ കൂട്ടി കെട്ടിടാൻ അവനോട് നിർബന്ധിക്കും. വലൻ യഫ്അല, അവൻ അത് ചെയ്യുകയേയില്ല. മക്കൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവൂലേ? ഗോതമ്പത്തിന്റെ മണി അല്ലെങ്കിൽ ഒരു അരി മറ്റേ അരിയായിട്ട് കയറ് കൂട്ടിപ്പിരിക്കും പോലെ കൂട്ടിക്കെട്ടാൻ പറ്റുമോ? ഒരു ധാന്യം മറ്റൊരു ധാന്യത്തോട് നമുക്ക് കൂട്ടിക്കെട്ടാൻ പറ്റുമോ? വേറെ നൂലൊന്നും ഇല്ലാതെ ഇത് തമ്മിൽ കൂട്ടിക്കെട്ടിടാൻ നടക്കാത്ത കാര്യമാണ്. അപ്പൊ അതവനൊരു ശിക്ഷയാണ്. അതിങ്ങനെ ചെയ്യാൻ പറയലെന്നല്ല, അത് ചെയ്യ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കഠോരമായ ശിക്ഷ അവൻ നരകത്തിൽ അനുഭവിക്കേണ്ടി വരും എന്നാണ്. അപ്പൊ അത്രത്തോളം ഒരു മഹാപാതകമാണ് കാണാത്ത സ്വപ്നം കണ്ടു എന്ന് പറയൽ. ഇത് വളരെ ഗൗരവത്തോടെയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ വിശദ തലങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. എന്താണ് അതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കപ്പെടുന്നത്, അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്നാമതായി കളവാണല്ലോ ആ പറയുന്നത്. കളവ് പറയുമ്പോ സ്വപ്നത്തെ സംബന്ധിച്ച് കള്ളം പറയുമ്പോ തന്നെ അതിന്റെ ഗൗരവം കൂടുകയാണ്. കാരണം ഈ സ്വപ്നം ഒരു സത്യവിശ്വാസിയുടെ സ്വപ്നത്തെ സംബന്ധിച്ചിടത്തോളം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നുബുവത്തിന്റെ 46-ൽ ഒരു ഭാഗമാണത്. നുബുവത്തിന്റെ 46-ൽ ഒരു ഭാഗമാണ് നല്ല മുഅ്മിനീങ്ങളുടെ നല്ല സ്വപ്നം എന്നാണ്. അപ്പൊ അങ്ങനത്തെ ഒരു നല്ല സ്വപ്നം ഒരാൾക്ക് പേര് കിട്ടാൻ വേണ്ടി, പ്രശസ്തി കിട്ടാൻ വേണ്ടിയൊക്കെ കാണാത്തത് കണ്ടു എന്നാണ് പറയാ. അയാള് ഭയങ്കര മഹാനാണ് എന്നൊക്കെ വരുത്തി തീർക്കാനൊക്കെയാണുള്ളത് പറയാ. അപ്പൊ ആ വിധത്തിലൊക്കെയുള്ള കള്ളങ്ങൾ കെട്ടിപ്പറയുന്ന ആളുകൾ, അത് സ്വപ്നത്തെക്കുറിച്ച് കൂടിയാകുമ്പോ സ്വപ്നത്തിൽ ഇങ്ങനെ കാണാത്തത് കണ്ടു, കേൾക്കാത്തത് കേട്ടു, അനുഭവിക്കാത്തത് അനുഭവിച്ചു എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ അവന് കഠോരമായ ശിക്ഷയുണ്ടാകും, അവനോട് നിർബന്ധിക്കപ്പെടും എന്നാണ്. സ്വപ്നങ്ങളെ സംബന്ധിച്ച് നമ്മൾ ധാരാളമായി പലപ്പോഴും പല അബദ്ധങ്ങളായ ധാരണകളും ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. ഇവിടെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നടക്കാത്ത കാര്യമാണല്ലോ എന്ത്, ഒരു കെട്ടിടുക എന്നുള്ളത്. ധാന്യമണികൾ തമ്മിൽ കൂട്ടിക്കെട്ടാൻ പറ്റൂലല്ലോ, അത് നൂലോ കയറോ ഒന്നും അല്ലല്ലോ, അത് പിരിച്ചു കൂട്ടിയിടാൻ ആരെ കൊണ്ടാ സാധിക്കുക? ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത. അപ്പൊ അതിനു വേണ്ടി നിർബന്ധിക്കുക എന്ന് പറയുന്ന, അത് ചെയ്യാൻ അവന് കഴിയില്ല. ചെയ്യ് എന്നുള്ള നിലക്ക് അത് അവന് കഠിനമായൊരു ശിക്ഷ. അതിപ്പോ നടക്കാത്തൊരു കാര്യം, കാരണം സംഭവിക്കാത്തൊരു സംഗതിയാണല്ലോ പറഞ്ഞു നുണുണ്ടാക്കുന്നത്. അപ്പൊ അതിന് അവന്റെ അതേപോലെ തന്നെയുള്ളൊരു ശിക്ഷ കിട്ടണത് ഒരിക്കലും കഴിയാത്തൊരു സംഗതി അവനെ കൊണ്ട് ചെയ്യിക്കുകയാണ്. ആ വിധത്തിലുള്ള ഒരു കഠിനമായ ശിക്ഷ അവന് ഏറ്റുവാങ്ങേണ്ടി വരും പരലോകത്ത്. അതുകൊണ്ട് തന്നെ ഇത് വലിയ പാപങ്ങളിൽപ്പെട്ട പാപമാണ്. ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങുമ്പോൾ ഇന്ന സ്വപ്നം കണ്ടു. ചിലപ്പോൾ ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി പറയും. ഇനി അതിനേക്കാളൊക്കെ കടുപ്പാണെന്ത്, അതിലേറ്റവും കടുപ്പമായതാണ് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടു എന്ന് പറയല്. അള്ളാന്റെ റസൂലിനെ സ്വപ്നം കണ്ടിട്ടില്ലാത്തവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്വപ്നത്തിൽ കണ്ടേക്കാം. പക്ഷെ കാണാത്തവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഞാൻ കണ്ടു എന്ന് പറയാ, അള്ളാന്റെ റസൂലിനെ ഞാൻ കണ്ടു എന്ന് പറയാ, എന്നിട്ട് നബി എന്നോട് ഇപ്രകാരം പറഞ്ഞു എന്ന് പറയാ. അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നബിയിലേക്ക് ചേർത്തി പറയാ. അത് ഏറ്റവും ഗൗരവമുള്ള കാര്യമാണ്.
കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേലുള്ള കള്ളം പറയൽ അതികഠിനമായ പാപമാണല്ലോ. അതേ അവസരത്തിൽ ഒരു മനുഷ്യൻ എന്ത് ചെയ്തു? അവൻ സ്വപ്നം കണ്ടു. കണ്ട സ്വപ്നത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കണ്ടിട്ടുണ്ട് എന്നൊരാൾ പറഞ്ഞാൽ അത് തെറ്റൊന്നുമില്ല. അതേ അവസരത്തിൽ സ്വപ്നങ്ങളെല്ലാം പറയാമോ? സ്വപ്നങ്ങളെ സംബന്ധിച്ച് ഒരു മുസ്ലിമിന്റെ നിലപാടെന്തായിരിക്കണം? ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. പലപ്പോഴും പല ആളുകൾക്കും ഇത് അറിയൂല. ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ മനുഷ്യൻ പേടിച്ചിട്ട് ഇങ്ങനെ എല്ലാവരോടും അതിങ്ങനെ പറഞ്ഞു നടക്കലല്ല. ഇവിടെ 3 വിധത്തിൽ മനുഷ്യൻ സ്വപ്നം കാണും എന്നാണ്. ഒന്നാമതായി ഖൈറായ സ്വപ്നങ്ങൾ കാണും. നമുക്ക് നല്ല സന്തോഷം പകരുന്ന, മനസ്സിന് നല്ല ആശ്വാസം പകരുന്ന, മനസ്സിന് വല്ലാത്തൊരു സമാധാനം പ്രദാനം ചെയ്യുന്ന സ്വപ്നങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ കാണും. അങ്ങനെ കാണുമ്പോൾ ഇസ്ലാമികമായിട്ടുള്ള മര്യാദ എന്താണ്? ഏറ്റവും ഇഷ്ടപ്പെട്ടവരോടല്ലാതെ അത് പറയാനേ പാടില്ല എന്നാണ്. നമ്മളെ ഏറ്റവും നല്ലൊരു ഞാമത്തായിട്ട് ഒരു നല്ല സന്തോഷമുള്ള ഒരു സ്വപ്നം നമ്മൾ വാസ്തവത്തിൽ കാണാത്ത സ്വപ്നത്തെക്കുറിച്ചല്ല ഈ പറയുന്നത്. അത് പാടില്ല. സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ, കണ്ടാൽ തന്നെ എന്താണ് നിയമം? നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്വപ്നമാണോ, നമ്മളത് പറയുകയാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടവരോട് മാത്രം പറയാം. കാരണം അങ്ങനെ ഒരു ഹൈറായ ഒരു സൂചന നമ്മുടെ സ്വപ്നത്തിലൂടെ നമുക്ക് ലഭ്യമായി എന്ന് വന്നാൽ, അതിങ്ങനെ എല്ലാവരോടും പറഞ്ഞു നടന്നാൽ നമുക്കുണ്ടാവും നമ്മുടേതായ കാര്യങ്ങളിൽ അസൂയ വെച്ച് പുലർത്തുന്ന ആളുകൾ ഉണ്ടാവാം. അത് വളരെ അടുത്ത ആളുകളിലും ഉണ്ടാവാം. അതുകൊണ്ടാണ് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ മഹാനവറുകളിൽ ഒരു സ്വപ്നം കണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ സൂചന കൊണ്ട് മതിയാക്കാണ്. 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എൻ്റെ മുമ്പിൽ വന്ന് സുജൂദിൽ വീഴുന്നത് ഞാൻ കണ്ടിരിക്കുന്നു എന്നാണ് ബാപ്പയോട് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത്. അദ്ദേഹം കണ്ട സ്വപ്നമാണ്. ഇന്നി റഅയ്തു 11 കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം മഹാനായ പിതാവ് യാക്കൂബ് നബിയോട് പറയുന്നുണ്ട്. ആ സമയത്ത് ബാപ്പ എന്താണ് മോനോട് പറഞ്ഞത്? അതാണ് നമ്മൾ ഇവിടെ പാഠം പഠിക്കേണ്ടത്. ഖാല, യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, യാ ബുനയ്യ, എൻ്റെ കുഞ്ഞുമോനെ, ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതിക ഫയകീദൂ ലക കൈദാ ഇന്നശ് ശൈത്താന ലിൽ ഇൻസാനി അദുവ്വും മുബീൻ. സൂറത്ത് യൂസുഫിലെ 5-ാമത്തെ ആയത്ത്, 4-ാമത്തെ ആയത്താ നമ്മൾ കേട്ടത്. ഇനി 5-ാമത്തെ ആയത്തിലാണ് പിതാവിന്റെ മറുപടി. യാ ബുനയ്യ, എൻ്റെ കുഞ്ഞുമോനെ, ലാ തഖ്സുസ്, നീ കഥ പറഞ്ഞു കൊടുക്കരുത്, റുയാക, നിന്റെ ഈ സ്വപ്നത്തെ കുറിച്ച് നീ വിശദീകരിച്ചു കൊടുക്കരുത്, അലാ ഇഖ്വതിക, നിന്റെ സഹോദരങ്ങൾക്ക്. കണ്ടോ, പുറമക്കാരൊന്നുമല്ല, സ്വന്തം പിന്നെ ബ്രദേഴ്സിനോട് പോലും പറയണ്ട, അവരോട് പറയണ്ട. അപ്പൊ ബാപ്പാക്കറിയാം മക്കൾക്ക് ഇങ്ങനെ ചിലർക്ക് ചിലരോട് അസൂയുണ്ട്. അപ്പൊ അത് ബാപ്പാക്ക് മനസ്സിലാവുമല്ലോ ആരൊക്കെ എന്താണെന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ നിലക്കൊരു അസൂയുണ്ട് എന്ന് വന്നപ്പോൾ സഹോദരങ്ങളോട് പോലും മോനെ നീ അത് പറയണ്ട. പറഞ്ഞാൽ എന്താ പ്രശ്നം? ഫയകീദൂ ലക കൈദാ, അവർ നിനക്കെതിരിൽ കുതന്ത്രങ്ങൾ മെനയും. കാരണം ഇന്ന ശൈത്താന, തീർച്ചയായും പിശാച്, ലിൽ ഇൻസാനി, മനുഷ്യന്, അദുവ്വും മുബീൻ, വ്യക്തമായ ശത്രു തന്നെയാണ്. ശൈത്താൻ കളിക്കും മോനെ. അതിപ്പോ നിങ്ങള് കാക്കയും പിന്നെ കാക്കന്മാരായിട്ടൊന്നും കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ആ നിലക്കുള്ള ഒരു സ്വപ്നം ഈ കണ്ടത് എന്നോട് നീ പറഞ്ഞു, കുഴപ്പമില്ല, നീ വേറെ ആരോടും നീ അത് പറയണ്ട, നിന്റെ സഹോദരങ്ങളോട് പറയണ്ട. നമുക്കറിയാം യൂസുഫ് നബി അലൈഹിസ്സലാം അടക്കം യാക്കൂബ് നബി അലൈഹിസ്സലാമിന് 12 മക്കളുണ്ടായിരുന്നു. 12 മക്കളുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അതിൽപ്പെട്ടതാണ് യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ ഒരു ഭാര്യയിൽ 10 മക്കളും മറ്റൊരു ഭാര്യയിൽ 2 മക്കളും. അങ്ങനെ ഒരു ഭാര്യയിലുള്ള 10 മക്കൾക്ക് പുറമെ മറ്റു ഭാര്യയിലുള്ള 2 ആളാണ്. ഒന്ന് യൂസുഫ് അലൈഹിസ്സലാമും മറ്റൊന്ന് ബിന്യാമീൻ എന്ന് പറയുന്ന മോനും. അങ്ങനെ 12 മക്കൾ യാക്കൂബ് നബി അലൈഹിസ്സലാമിനുണ്ട്. ആ 12 മക്കളാണ് 12 ഗോത്രങ്ങളായിട്ട് പിന്നെ ഇങ്ങനെ താവഴിയായിട്ട് പോരുന്നത്. യാക്കൂബ് നബി അലൈഹിസ്സലാമിന് ഇസ്രായീൽ എന്ന് പേരുണ്ട്. അദ്ദേഹത്തിന്റെ പേരായിരുന്നു ഇസ്രായീൽ. അബ്ദുല്ലാ, അള്ളാന്റെ അടിമാനാണ് അതിന്റെ അർത്ഥം അറബിയിൽ വരിക.
അപ്പൊ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരകൾക്കാണ് ബനൂ ഇസ്രായീൽ, ഇസ്രായേലിന്റെ മക്കൾ, ഇസ്രായേൽ സന്തതികൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ യാക്കൂബ് നബി അലൈഹിസ്സലാമിന് ഇസ്രായീൽ എന്ന പേരുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ മക്കൾ ബനൂ ഇസ്രായീൽ എന്നറിയപ്പെട്ടു. ആ 12 മക്കളുടെ 12 ഗോത്രങ്ങളാണ് ബനൂ ഇസ്രായേലരായിട്ട് ലോകത്ത് വ്യാപിച്ചവരൊക്കെ. അപ്പൊ അതിൻ്റെ ഒരു പ്രാഥമികമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ശരി, അപ്പൊ ഈ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ 12 മക്കളിൽ ഒരു മകനാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. അദ്ദേഹമാണ് സ്വപ്നം കാണുന്നത് 11 നക്ഷത്രങ്ങൾ, അഥവാ ബാക്കിയുള്ള താനല്ലാത്ത 11 ബ്രദേഴ്സ്. യാക്കൂബ് നബിയുടെ 11 മക്കളാണ്. അതാണ് അഹദാശറ കൗക്കബൻ, 11 നക്ഷത്രങ്ങൾ. പിന്നെ വശംസ വൽ ഖമറ, സൂര്യനും ചന്ദ്രനും, അതാ ബാപ്പിയും ഉമ്മയും. റഅയ്തുഹും ലീ സാജിദീൻ, അവര് എൻ്റെ മുമ്പിൽ വന്ന് സാഷ്ടാംഗം വീഴുന്നതായി, പ്രണമിക്കുന്നതായി ഞാൻ കണ്ടിരിക്കുന്നു. ഇതാണ് സ്വപ്നം. അപ്പൊ സ്വപ്നം 11 നക്ഷത്രവും സൂര്യനും ചന്ദ്രനും മുമ്പിൽ വന്ന് വീഴുന്നതാണ്. അതിന്റെ വ്യാഖ്യാനമായിട്ട് പിന്നീട് വന്നതാണ് ഇപ്പൊ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത്. കാരണം മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന് ഈ സ്വപ്നമൊക്കെ കണ്ട് എത്രയോ കാലങ്ങൾക്ക് ശേഷം, എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഈജിപ്തിലെത്തുന്നു. അവിടുത്തെ അധികാരം കിട്ടുന്നു, അവിടെ ഭരണാധികാരം കൈയാളുന്നു. ആ സ്ഥലത്തേക്ക് പിന്നെ ഈ 11 മക്കളും അവിടെ എത്തിപ്പെടുന്നു, ബാപ്പയും ഉമ്മയും അവിടെ എത്തിപ്പെടുന്നു. അപ്പോഴാണ് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് എന്ത്? ഹാദാ തഅ്വീലു റുഇയായ, ഇതാണ് ഞാൻ അന്ന് കണ്ട സ്വപ്നത്തിന്റെ പുലർച്ചയാണിത്, വ്യാഖ്യാനമാണിത് എന്ന്. അള്ളാഹുവിന്റെ പ്രത്യേകമായ തൗഫീഖ് നൽകപ്പെട്ട വഹയിലൂടെ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനങ്ങൾ പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിത്വമായിരുന്നു മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം. ഇത് പ്രാഥമികമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമായിട്ട് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. ഇനി സഹോദരങ്ങളെ, നമ്മൾ ഹദീസിലേക്ക് തന്നെ മടങ്ങി വരികയാണ്. അപ്പോ ഈ നല്ല രൂപത്തിലുള്ള സ്വപ്നങ്ങൾ കണ്ടാൽ ഏറ്റവും അടുത്തവരോട്, ഏറ്റവും ഇഷ്ടപ്പെട്ടവരോടല്ലാത്ത ആരോടും പറയരുത്. കാരണം അവരത് കേട്ടിട്ട് അതിലൊരു നല്ല സൂചന അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതെനിക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അവന്മാര് വല്ല പാരപ്പണികളും നടത്തും. ഇതാണ് അതുകൊണ്ടുള്ളൊരു ദോഷം. നമ്മൾ നല്ലൊരു സ്വപ്നം കണ്ടു, ആ സ്വപ്നത്തിന് ചിലപ്പോൾ നമുക്ക് നല്ലൊരു സൂചനകൾ തോന്നുന്നുണ്ടാവും. മറ്റൊരാളോട് നമ്മളത് പങ്കുവെക്കുമ്പോൾ അയാൾക്കും അതിലെന്തോ ഒരു ഖൈർ വരാൻ നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു സൂചന അവന് കിട്ടുന്നുണ്ടാകും. അങ്ങനെ കിട്ടുന്ന വേളയിൽ ആ ഖൈർ ഇവനിക്കായിട്ട് അങ്ങനെ കിട്ടരുത് എന്നുള്ള നിലക്ക് അത് തടയാൻ വേണ്ടിയിട്ടുള്ള കുതന്ത്രങ്ങളൊക്കെ ഒരുപക്ഷെ കേൾവിക്കാരിൽ പലരും ചെയ്തെന്നിരിക്കും. അതിനുള്ള ഇടയുണ്ടാക്കരുത്. അതുകൊണ്ട് എല്ലാവരോടും ഇത് പറയണ്ട. തീരെ നമ്മളോട് അങ്ങനെ ഒരു അസൂയ, അങ്ങനെ നമുക്കെതിരെ ഒരു പാരപ്പണി കൊടുക്കൂലെന്ന് തോന്നുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ടവരോട് മാത്രം പറയുകയാണെങ്കിൽ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ പറയണ്ട. ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നല്ല സന്തോഷകരമായ സ്വപ്നം കണ്ടാൽ ചെയ്യേണ്ടത്. അല്ലാതെ ഇത് പരന്നിങ്ങനെ പറഞ്ഞു നടക്കണ്ട. നല്ല സ്വപ്നമല്ലേ, പിന്നെന്താ പറയണതിനാണ് നമ്മൾ വിചാരിക്കുക, പക്ഷെ പറയണ്ട. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് അത്. ഇനി രണ്ടാമത്തെ ഒരു സ്വപ്നം എന്താണ്? മറ്റൊരു ഹൈറായ സ്വപ്നാണെങ്കിൽ ഇത് റുഇയ ഷെറായ സ്വപ്നാണ്. മുഖീഫാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ പേടിപ്പെടുത്തുന്നതാണ്. മുസ്ഇജാണ്, നമുക്ക് വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. പേടിച്ചു ബേജാറായി നമ്മൾ പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കണം. അങ്ങനെയുള്ള സ്വപ്നങ്ങൾ നമ്മൾ ധാരാളമായിട്ട് കാണും. അങ്ങനെ കാണുമ്പോൾ ആര് ചോദിച്ചാലും എന്തേ ഉണ്ടായി എന്നൊന്നും ആരോടും പറയണ്ട. ഒരു കുട്ടിയോടും പറയരുതെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിനക്ക് ഇഷ്ടമുള്ളവരോടും പറയണ്ട, ആരോടും പറയണ്ട. അവിടെ മിണ്ടാതിരിക്കലാണ്. ആ സ്വപ്നം കൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കാൻ, പേടിപ്പെടുത്തുന്ന സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ആ സ്വപ്നം കൊണ്ട് നമുക്ക് ഒരു ആപത്തും വരാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം അത് ആരോടും പറയാതിരിക്കലാണ്. ചില ആൾക്കാരെന്ത് ചെയ്യും? പേടിയായ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അവിടെ മുതൽക്ക് നിലവിളിയും പ്രയാസങ്ങളൊക്കെ ആയിട്ട് പിന്നെ എന്തേ ഉണ്ടായി എന്ന് ആരടുത്തൊരു ചോദിക്കുകയും ചെയ്യും. അപ്പൊ അതങ്ങനെ വിശദീകരിച്ചു കൊടുക്കും. പിന്നെ ചില ആൾക്കാരടുത്ത് പോയിട്ട് പ്രത്യേകം പറയും, എന്താണ് ആ കണ്ടതിന്റെ അസറാറ്, എന്താ അതിന്റെ രഹസ്യം, എന്താ അതിന്റെ വ്യാഖ്യാനം എന്നൊക്കെ. അവൻ ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പേടിപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇത് ആരോടും പറയണ്ട, അത് പറയാതിരിക്കലാണ് ഏറ്റവും അതിന്റെ ഒന്നാമത്തെ നിബന്ധന. എന്ത് പ്രയാസമുള്ള സ്വപ്നം കണ്ടോ ഉണ്ടണ്ട. നമുക്ക് ബേജാറുണ്ടോ? ബേജാറൊക്കെ തീർക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യണം?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടുന്നാണ്ട് എഴുന്നേറ്റിട്ട് ആ കിടക്കുന്നോടത്തുനിന്ന് എഴുന്നേറ്റിട്ട് നമ്മൾ ഇടതുഭാഗത്തേക്ക് തുപ്പുക എന്ന് പറഞ്ഞാൽ അത് ദുർവ്യാഖ്യാനിക്കട്ടെ. അങ്ങനെ ഒരുപാട് വായയിൽ ഒരുപാട് തുപ്പുനീര് ഇങ്ങോട്ട് ഒരുക്ക് കൂട്ടിയിട്ട് ഒന്നാകെ തുപ്പല്ല, നേരെ മറിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തുന്ന നിലക്കുള്ള തുപ്പലാണ്. അതാണ്. അപ്പൊ അതിൽ വായുവിൽ കലരുന്ന നിലക്കുള്ള തുപ്പ്, അതിപ്പോ നമ്മൾ ഊതിയാലും ഉണ്ടാവുമല്ലോ. ഊതിയാൽ തന്നെ നമ്മളുടെ ഗ്ലാസ്സിൽ ഊതിയാൽ അതിൽ പറ്റുന്നില്ലേ? ഒരു ഉമിനീരുണ്ടല്ലോ അതിൽ. നമ്മളിപ്പോ നമ്മളുടെ ഗ്ലാസ് നമ്മൾ വെക്കുന്ന കണ്ണട ക്ലീൻ ചെയ്യാൻ വേണ്ടി പലപ്പോഴും ആളുകൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്, ഇങ്ങനെ കാണിക്കും. അപ്പൊ അതിലൊരു വെള്ളം നനവില്ലേ? ഇതേപോലെ ഇതിലും തഫല നമ്മളിങ്ങനെ എന്നറിയുമ്പോൾ ഒരു നേരിയൊരു തുപ്പുനീരുണ്ടാവും. അതിലപ്പുറം അത് ഇടതുഭാഗത്തേക്ക് അങ്ങനെ ചെയ്യണം എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് പിശാചിനോടുള്ള നമ്മുടെ ആ ദേഷ്യം പ്രകടമാക്കുന്ന നിലക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടതുഭാഗത്തേക്ക് 3 തവണ ഈ നിലക്കുള്ള തുപ്പൽ ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് ആ കണ്ട ആപത്ത്, അതല്ലെങ്കിൽ ആ പേടിപ്പെടുത്തുന്ന ആ കാര്യം എൻ്റെ ജീവിതത്തിൽ വരാതെ റഹ്മാനായ റബ്ബിനോട് നമ്മൾ കാവൽ ചോദിക്കണം. പിശാചിൽ നിന്ന് കാവൽ ചോദിക്കുക. ആ കണ്ട സ്വപ്നത്തിൻ്റെ ആപത്തിൽ നിന്നും അള്ളാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് റഹ്മാനായ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ നമ്മൾ കിടക്കുന്ന പൊസിഷൻ ഒന്ന് മാറിക്കിടക്കുക. വീണ്ടും നമ്മൾ ഉറക്കത്തിൽ ഞെട്ടി ഉണർന്നിട്ടുണ്ടാവുക, വീണ്ടും ഉറങ്ങാൻ ഉദ്ദേശിക്കുകയാണോ? അതല്ല, ചിലപ്പോൾ സുബയോട് അടുത്ത സമയത്ത് സുബയ്ക്ക് എഴുന്നേൽക്കുമ്പോഴൊക്കെ ആയിരിക്കും. അതല്ല പറയേണ്ടത്. നമ്മൾ ഉറക്കത്തിന്റെ ഇടയിൽ ഉണർന്ന് പിന്നും നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ ആ കിടന്നിരുന്ന പൊസിഷൻ നമ്മൾ ഓർമ്മയുണ്ടാവുമല്ലോ, എങ്ങനെ കിടന്നിട്ട് അപ്പൊ നമ്മൾ കിടക്കുമ്പോഴുള്ളത്. അതിൽ നിന്നൊന്ന് മാറിയിട്ട് വശം ചെരിഞ്ഞൊന്ന് മാറിക്കിടക്കുക. ആ അവസ്ഥക്കൊന്ന് മാറ്റം വരിക എന്നുള്ള നിലക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ മാറിക്കിടക്കാൻ വേണ്ടി പറയുകയുണ്ടായി. പിന്നെ ആരോടും പറയാതിരിക്കുക, അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക. ഇങ്ങനെ 3 പ്രാവശ്യം ഇടതുഭാഗത്തേക്ക് നേരിയ രൂപത്തിലുള്ള ഈ വിധം നേരത്തെ പറഞ്ഞതുപോലെയുള്ള തഫ്ല് അത് ചെയ്യുക. ഇതേ രൂപത്തിലൊക്കെ മനുഷ്യൻ പ്രവർത്തിച്ചാൽ അത് അവന് അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി ഒരാപത്തും വരുത്തൂലാനാണ്. ഒരാളോടും പറയാതിരിക്കുക, ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യാം. പിന്നെ കൂട്ടത്തിൽ അതിന് നമുക്ക് സാധിക്കുമെങ്കിൽ എന്ത് ചെയ്യാം? ഒളു എടുക്കാം, നമസ്കരിക്കാം, അതൊക്കെ പുറമെ വേറെ ചെയ്യാം. ഇതാണ് ഈ രൂപത്തിലുള്ള പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ടാൽ ചെയ്യേണ്ടത്. അതല്ലാതെ രാവിലെ തന്നെ ആ ഒരു തങ്ങളെടുത്ത് പോയി, ഒരു മൗലിയര എന്ന് പറയുന്ന ഒരാളെടുത്ത് പോയി, ഒരു ബീവി എന്ന് പറയുന്ന ഒരാളെടുത്ത് പോയി, അല്ലെങ്കിൽ വേറൊരാളെടുത്ത് പോയി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകളുടെ സമീപത്തേക്ക് പോയി, ഇങ്ങനെ പേടിച്ച് ബേജാറായി. അപ്പോൾ അയാളൊരു നൂല് ബന്ധിച്ച് കെട്ടാൻ തരും, അല്ലെങ്കിൽ ഒരു ഐക്കല്ല്, ഒരു ഉറുക്ക്, ഒരു ഏലസ്, ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു തകിട് കിടക്കുന്ന തലയുടെ അടിയിൽ വെച്ചോ. ഇതൊന്നും ഇതിന് പരിഹാരമല്ല. ഇതൊന്നും അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചിരുന്നതല്ല. ദുസ്വപ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ, അതുകൊണ്ടുണ്ടാകുന്ന ഷർറുകളിൽ നിന്ന് കാവൽ ചോദിക്കുവാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരുന്ന മാർഗങ്ങൾ ഇത്രയൊക്കെയാണ്. ഹദീസുകളിൽ കൃത്യമായി തന്നെ വന്നതാണിതൊക്കെ. ഈ മാർഗമാണ് നമ്മൾ അതിൻ്റെ പേരിൽ സ്വീകരിക്കേണ്ടത്. ഇതെല്ലാവരുടെയും മനസ്സിലുണ്ടാകണം. പിന്നെ 3-മത്തൊരു വിധത്തിലുള്ള സ്വപ്നം എന്ന് പറയുന്നത് പേക്കിനാവുകൾ ഉണ്ടാകും. ഒരർത്ഥം ഉണ്ടാവില്ല, ഒരു തലയും ആരുമില്ലാത്ത സ്വപ്നങ്ങൾ ഇങ്ങനെ കാണും, ഒരു ബന്ധം ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരാൾ വന്നിട്ട്, ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു, എന്താ കണ്ടത്? നബി തങ്ങളോട് പലപ്പോഴും കണ്ട സ്വപ്നങ്ങളൊക്കെ ചിലർ പറയും. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് നിന്ന് വ്യാഖ്യാനം കിട്ടാനാണ്. അത് അള്ളാഹുവിന്റെ റസൂലിന് വഹി ലഭിക്കുന്നു എന്നുള്ളതിന്റെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ നബിതങ്ങൾ തന്നെ ചിലപ്പോൾ ചോദിക്കും. അങ്ങനെ ഒരു ഹദീസ് വരുന്നുണ്ട്. അതിന്റെ ശേഷം ഒരു നിസ്കാരത്തിന്റെ ശേഷം പ്രവാചകൻ കണ്ട സ്വപ്നം വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും വല്ല സ്വപ്നങ്ങളും കണ്ടോ? ആ നിലക്കുള്ള കാര്യങ്ങൾ അത് അവിടുത്തേക്ക് റബ്ബിന്റെ നിർദ്ദേശം അനുസരിച്ചുള്ള പറയലാണത്. എന്നാൽ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പേക്കിനാവുകൾ ഉണ്ടാകും, ഒരു ബന്ധമില്ലാത്ത. നേരത്തെ പറഞ്ഞ സഹാബി പറഞ്ഞത് എന്താണ്? നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ സ്വപ്നം കണ്ടു. എന്താണ്? എൻ്റെ തലയാണ് മുറിഞ്ഞിരിക്കുന്നത്. തലയാണ് മുറിച്ചിട്ടിട്ട് തല ഇങ്ങനെ ഉരുളുന്നുണ്ട്. അതിന്റെ പിന്നാലെ തലല്ലാത്ത ഉടലായ ഞാൻ ഇങ്ങനെ ഓടുന്നുണ്ട്. അതാണിപ്പോ സ്വപ്നം. തല അർത്ഥത്തോടെ ഇട്ട് കിടക്കണ്ട്, തല ഇങ്ങനെ ഉരുണ്ട് പോണ്, തലല്ലാത്ത ഒരു ഉടല് ഞാൻ ഇങ്ങനെ അതിന്റെ പിന്നാലെ ഓടുന്നതുണ്ട്. ഇതാണ് ഞാൻ സ്വപ്നം കണ്ടിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുഹദ്ദിസിന്നാസ്, നീ ജനങ്ങളോട് പറയരുത്,
കണ്ടോ, ബിമാ യതലഅബു ബിഹി ബിക ശൈത്താനു ബിക ഫീ മനാമിക. എന്താ പറഞ്ഞത്? ലാ തുഹദ്ദിസിൻ നാസ, നീ ജനങ്ങളോട് പറയണ്ട. എന്ത്? ബിമാ, ഒരു കാര്യത്തെ. ഏതാണ് ആ കാര്യം? യതലഅബു ബിക ശൈത്താനു, ശൈത്താൻ നിന്നെ കൊണ്ട് കളിക്കാണ്. ഫീ മനാമിക, നിന്റെ ഉറക്കിൽ ശൈത്താൻ സ്വപ്നത്തിൽ നിന്നെയും കൊണ്ടുള്ള കളിയാണത്. ആ കളിക്ക് നീ നിന്നു കൊടുക്കണ്ട, അത് ബേജാറാവണ്ട, അത് ശൈത്താനികമാണ്, പൈശാചികമാണ്. അതുകൊണ്ട് ഒരു തലയും മാലും അടിസ്ഥാനവും വ്യാഖ്യാനമൊന്നും അതിനില്ല, ആരോടും പറയാനും ചോദിക്കാനൊന്നും പോകണ്ട എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ യാതൊരു അർത്ഥമില്ലാത്ത പലതും ഉണ്ടാവും. നമ്മൾ യാതൊരു ബന്ധമില്ലാത്തതൊക്കെ ഇങ്ങനെ കാണും. ചിലതിന് ഗൗരവം ഉണ്ടാവും, ചിലത് ഒരു ഗൗരവം ഉണ്ടാവില്ല, ചിലത് വളരെ പ്രാധാന്യമർഹിക്കുന്ന നമുക്കുള്ള ജീവിതത്തിൽ നല്ലൊരു ഗുഡ് ന്യൂസൊക്കെ ആയിരിക്കും. അങ്ങനെ 3 വിധത്തിലും ഉണ്ടാകും. അങ്ങനെ 3 വിധത്തിലുണ്ടായാലും നമ്മൾ ചെയ്യേണ്ട മര്യാദകൾ നമ്മൾ അവിടെ പാലിക്കണം. അള്ളാഹു നിശ്ചയിച്ച മാർഗങ്ങൾക്ക് അപ്പുറം നമ്മൾ മാർഗങ്ങൾ തേടി പോകുമ്പോഴാണ് എല്ലാ അബദ്ധങ്ങളും സംഭവിക്കുക, എല്ലാ അപകടങ്ങളും സംഭവിക്കുക. അപ്പൊ നമ്മൾ കണ്ട സ്വപ്നം നമ്മൾ പേടിപ്പെടുത്തുന്ന സ്വപ്നം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ആ സ്വപ്നം പുലർന്ന് നമുക്ക് അപകടമായിട്ട് മാറും. അല്ല, മറിച്ച് അത് സംഭവിക്കാതിരിക്കാൻ പേടിച്ചിട്ട് ഒരാളോടും പറയല്ല വേണ്ടത്. മനസ്സിന് നല്ല ധൈര്യം കൊടുത്തിട്ട് എൻ്റെ റബ്ബിൻ്റെ റസൂൽ എന്നോട് പറഞ്ഞ മാർഗങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി എനിക്കൊന്നും അവന്തുകൊണ്ടൊരു ആപത്തും ബാധിക്കൂല എന്ന് ഉറപ്പിച്ച് അവിടെ ഇരിക്കുക. അതോടൊപ്പം ദുസ്വപ്നങ്ങളൊക്കെ കാണാതിരിക്കാനുള്ള മാർഗങ്ങളും കൂടി നമ്മൾ ചെയ്യുമാണ്. പിശാച് നമ്മുടെ സ്വപ്നത്തിൽ വല്ലാതെ കടന്ന് കളിക്കാതിരിക്കാനുള്ള വഴികളും നമ്മൾ ചെയ്യണം. അത് ഞാനും നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതിപ്പോൾ സാധാരണഗതിയിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും നമ്മളിൽ അത് പൂർണ്ണമായി പാലിക്കുന്ന എത്ര പേരുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉളുവോടുകൂടെ ഉറങ്ങുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു പ്രയാസമുള്ള കാര്യമല്ലല്ലോ ഉളുവോടുകൂടെ ഉറങ്ങുക. എന്നാൽ പ്രയാസമാണ് താനും. കാരണം ഉറക്കം വരുന്ന ഘട്ടത്തിൽ നമുക്കൊരിക്കലും മുഖം കഴുകാൻ ഇഷ്ടമുണ്ടാവില്ല, പെട്ടെന്ന് വേഗം പോയി ഉറങ്ങണം എന്നാണ് തോന്നുക. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഉളു എടുക്കുന്നതിന് സ്പെഷ്യൽ കൂലിയുണ്ട് സഹോദരങ്ങളെ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണ്? ഒരാള് നമസ്കാരത്തിന്റെ ഉളു എടുക്കുന്നത് പോലെ എന്നാ പറഞ്ഞത്, പൂർണ്ണമായ ഉളു. അപ്പൊ അത്രയും അതിന് താല്പര്യമുള്ളവരെ അങ്ങനെ ചെയ്യുള്ളൂ. ആ നിലക്കൊരാൾ ഉളു എടുത്താൽ എങ്ങനെയാണ്? കറാഹത്തി, അത് അവന് അതിനോട് താല്പര്യമില്ല ആ സമയത്തൊരു ഉളു എടുക്കുന്നത് അവന് ഇഷ്ടല്ലാതിരുന്നിട്ട് പോലും അവൻ എന്ത് ചെയ്യാണ്? ഉളു എടുക്കുകയാണ്. അതിന് പ്രത്യേകം പുണ്യമാണ് ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഉളുവോടുകൂടെ കിടന്നുറങ്ങുക, വലതുവശം ചെരിഞ്ഞ് കിടക്കുക, അദ്കാറുകൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള ആയത്തുകള്, അതുപോലെ തന്നെ ദിക്റുകള്, ദുആകള്, അതൊക്കെ ചൊല്ലി നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ബേജാറാക്കുന്ന, പേടിപ്പെടുത്തുന്ന ആ വിധത്തിലുള്ള സ്വപ്നങ്ങളൊക്കെ കാണാതെ രക്ഷപ്പെടും. അതില്ലാതെയാകുമ്പോഴാണ് പലപ്പോഴും നമ്മളെ മനസ്സിന് വല്ലാതെ ടെൻഷൻ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഈ അദാസ്, അഹ്ലാം, പേക്കിനാവുകള്, പേടിപ്പെടുത്തുന്ന, പെട്ടെന്ന് ഞെട്ടി ഉണരുന്ന, വിയർത്ത് കുളിച്ച് ബേജാറായി നമ്മളാകെ ടെൻഷനായിട്ടൊക്കെ പോകുന്ന വല്ലാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട് സ്വപ്നം കണ്ടിട്ട്. അപ്പൊ അതൊക്കെ ഇല്ലാതിരിക്കാൻ ഈ മാർഗങ്ങൾ കൂടി നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഇനി അങ്ങനെയൊക്കെ ചെയ്തിട്ടും അഥവാ കണ്ടാൽ നല്ലതാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത്, ചീത്തയാണെങ്കിൽ ഇങ്ങനെ, അല്ലാത്തതാണെങ്കിൽ ഒട്ടും മൈൻഡ് ചെയ്യേണ്ടതില്ല, മനസ്സിന്ന് വിട്ട് കളയുക. ഈ രീതിയാണ് നമ്മൾ സ്വപ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിക്കേണ്ടത്. ഇതാണ് സ്വപ്നത്തെക്കുറിച്ചുള്ള മൊത്തത്തിലുള്ള കാഴ്ചപ്പാട്. അതേ അവസരത്തിൽ സ്വപ്നം കാണാത്തത് ഒരിക്കലും കണ്ടു എന്ന് പറയാൻ പാടില്ല. സാധാരണ ആളുകൾ പറയും, ഒരാളെ സുഖിപ്പിക്കാൻ വേണ്ടി, ഒരാളോടുള്ള അടുപ്പം കിട്ടാൻ വേണ്ടി ചിലപ്പോൾ പറയും, ഞാൻ നിങ്ങളെ ഇന്നലെയും കൂടിയാണ് സ്വപ്നം കണ്ടിട്ടുള്ളൂ. ചിലപ്പോൾ ഒരാളോട് കടം ചോദിക്കാൻ പോകുമോ, അപ്പൊ അയാളുടെ അടുത്ത് നിന്ന് കാശ് കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പറയും, അയാളൊന്ന് സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എന്ത് പറയും, എന്താ ഇപ്പൊ പറയണത്, അങ്ങനെ നിങ്ങളങ്ങനെ എപ്പോഴും ഇങ്ങനെ ഓർക്കും, എന്താണെന്നറിയില്ല നിങ്ങളന്നേരം സ്വപ്നം കണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് നിങ്ങൾ എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്തു തന്നതായിട്ടൊക്കെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ കാണാത്തത് കണ്ടു എന്ന് പറയാ വലിയ തെറ്റാണത്. അതേപോലെ ബന്ധപ്പെട്ട ഏതൊക്കെ നമ്മൾ ആരും പറയാൻ പാടില്ല. കാണാത്തത് സ്വപ്നം കണ്ടു എന്ന് പറയാനേ പാടില്ല, ഏത് വിഷയമാവട്ടെ. അതിൽ ഏറ്റവും ഗുരുതരമാണെന്ന് അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടു എന്ന് പറയാം. റസൂലിനെ കണ്ടവർക്ക് പറയാം, കണ്ടവരും അത് അങ്ങനെ മറ്റൊരാളോട് പറയണ്ട. പറഞ്ഞില്ല, ഏറ്റവും ഇഷ്ടപ്പെട്ട ആളോട് വേണമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്വപ്നത്തിൽ കാണുമോ? കാണാം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി. ആരെങ്കിലും സ്വപ്നത്തിൽ എന്നെ കണ്ടാൽ അവൻ എന്നെ തന്നെയാണ് കണ്ടിരിക്കുന്നത്. കാരണം ശൈത്താനിന് എൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ സാധ്യമേ അല്ല. വേറെ ആരുടെ കോലത്തിലും ശൈത്താന് പ്രത്യക്ഷപ്പെടാൻ പറ്റും. മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ രൂപത്തിൽ ശൈത്താന് വരാൻ കഴിയൂല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേ അവസരത്തിൽ നബിയാണ് എന്ന് പറഞ്ഞിട്ട് വേറുള്ള കോലത്തിൽ ആള് വരും, ശൈത്താൻ വരും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ മുൻഗാമികളായ പണ്ഡിതന്മാരൊക്കെ ചോദിച്ചറിയും, എങ്ങനെയാ നീ കണ്ടത്, എങ്ങനെയാണ് നീ കണ്ടത്? ഇപ്പൊ സഹാബികൾ അവർ നബിതങ്ങളെ കണ്ടവരാണ്. സഹാബികളുടെ അല്ലാത്ത കാണാത്ത ആൾക്കാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ രൂപവും ഭാവവും, അവിടുത്തെ ശരീരം എങ്ങനെയായിരുന്നു, മുടി എങ്ങനെയായിരുന്നു, എത്ര നരച്ചിരുന്നു, എന്തായിരുന്നു അവിടുത്തെ ശരീരത്തിന്റെ കളറ്, എത്ര പൊക്കമുണ്ടായിരുന്നു, എത്ര വണ്ണമുണ്ടായിരുന്നു, അതേപോലെ തന്നെ അവിടുത്തെ ശരീരത്തിന്റെ ഭംഗി എല്ലാം എ മുതൽ സെഡ് വരെ ഉണ്ടല്ലോ. അക്കോലത്തിലൊക്കെയാണോ എന്നാ ഉറപ്പിക്കാതെ അള്ളാന്റെ റസൂലിനെ കണ്ടത്, അള്ളാന്റെ റസൂലിനെയാണ് കണ്ടത്. അതിലപ്പുറം നബിതങ്ങളല്ലാത്തൊരു കോലത്തിൽ നബിയാണ് എന്നൊരാൾ പറയാണ്, നബിതങ്ങൾക്ക് പറഞ്ഞ വിശേഷണങ്ങളൊന്നുമില്ല, അങ്ങനെ കണ്ടാലോ അത് പിശാച്ചാവാം, അത് പിശാച്ച് വന്നിട്ട് മനുഷ്യനെ കളിപ്പിക്കുന്നതാവാം. അതേ അവസരത്തിൽ അള്ളാന്റെ റസൂലിന്റെ ഒറിജിനൽ രൂപത്തിൽ ഒരിക്കലും ആർക്ക് വരാൻ കഴിയൂല, ശൈത്താന് വരാൻ കഴിയൂല. അതുകൊണ്ട് ഹദീസിലൊക്കെ പറയപ്പെട്ട വിശേഷണങ്ങളോടുകൂടി കണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവന് ആശ്വസിക്കാം, ഞാൻ അള്ളാഹുവിന്റെ റസൂലിനെ സ്വപ്നം കണ്ടിരിക്കുന്നു. അപ്പൊ അവന് ആശ്വസിക്കാം, അവൻ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനേക്ക് അള്ളാഹുവിന്റെ ആ നിർദ്ദേശപ്രകാരം മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരുന്ന സുന്നത്തുകളും അവിടുത്തോടുള്ള സ്നേഹവും ഒക്കെ നമ്മൾ ജീവിതത്തിൽ കൂടുതൽ 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 അങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിൻപറ്റി അള്ളാഹുവിനോടുള്ള മഹബത്തിനെ നമ്മൾ കൂടുതൽ കൂടുതൽ ജീവിതത്തിൽ കൊണ്ടുവരാനൊക്കെ അത് കാരണമാക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഞാൻ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടിരിക്കുന്നു, അതുകൊണ്ട് ഞാനൊരു മഹാനാണ്, ഞാൻ വലിയ ആളാണ്, ഞാൻ ഇടക്കിടക്ക് റസൂലുള്ളാഹിനെ അങ്ങനെ കാണുന്നുണ്ട്, അത്രയും എനിക്ക് നബിയോട് ബന്ധമാണ്, നബി തങ്ങൾ എൻ്റെ അടുത്ത് വരാറുണ്ട്, എന്നോട് സംസാരിക്കാറുണ്ട് എന്നൊക്കെ പറയുന്നത് പച്ചക്കള്ളം പറയുന്ന എത്രയോ സൂഫികളുണ്ട്. സ്വപ്നം അവിടെ നിൽക്കട്ടെ, സ്വപ്നത്തിന്റെ കാര്യം മാത്രമല്ല, ഉണർച്ചയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നു എന്നാണ് നമ്മുടെ നാട്ടിലെ സൂഫികളടക്കം പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ സദസ്സുകളിലേക്ക് കയറി വരുന്നു പോലും, വരുന്നുണ്ട്, അവർ കാണുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിലല്ല, യഖ്ളത്തൻ, ഉണർച്ചയിൽ തന്നെ നബി തങ്ങൾ വരും എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രല്ല, അമ്പിയാക്കന്മാരൊക്കെ യഖ്ളത്തൻ വരും, അതുപോലെ തന്നെ ഔലിയാക്കന്മാർ വരും, അവരുടെ ആത്മാക്കൾ വരും. അത് സ്വപ്നത്തിലൊന്നുമല്ല, അല്ലാതെ തന്നെ നേരിട്ട് തന്നെ വരും. അവരുടെ മഹാന്മാരുമായിട്ട് സംസാരിക്കും, ഒരുമിച്ചിരുന്ന് കൈപിടിക്കും. എത്രത്തോളം നമ്മുടെ നാട്ടിൽ ഒരു മുസ്ലിയാർ പ്രസംഗിച്ചതെന്താണ്, ഇന്നത്തെ ഈ സമസ്ത ഉണ്ടല്ലോ, ഈ ഖബർ കെട്ടിപ്പടുക്കുന്ന, മഹാന്മാരെ വിളിച്ച് തേടുന്ന, ഖബറിന്റെ മുമ്പിൽ പോയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന, ഖബറിനെ ചുംബിക്കുന്ന, അവിടെ വിളക്ക് കൊളുത്തുന്ന, ഉറൂസ് നടത്തുന്ന പോലെ ഹറാമായ, അതുപോലെ തന്നെ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ശിർക്കൻ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന പാർട്ടിയാണല്ലോ സമസ്ത, നമ്മുടെ നാട്ടിലുള്ള സമസ്തക്കാർ. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം നബിതങ്ങളാണ് നേരിട്ട് വന്നു കൊടുത്തത് എന്നാണ്. നബി പറഞ്ഞിട്ടാണ് 926 സമസ്ത ഉണ്ടാക്കിയത്. ആദ്യ രൂപീകരണ യോഗത്തിൽ ആമീൻ പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സദസ്സിലുണ്ടായിരുന്നു. സമസ്തക്ക് വേണ്ടിയിട്ട് ആമീൻ പറയാനേ ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഏത്? വരക്കൽ മുല്ലക്കോയ തങ്ങളുടെയും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും അവരാണ് പ്രസിഡന്റും സെക്രട്ടറിയും. അന്നത്തെ 26-ൽ 25-ൽ ഒറിജിനൽ പിന്നെ കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടായി. അതിൽ നിന്ന് തെറ്റിപ്പോയവരാണ് സമസ്ത 26-ൽ. ഇപ്പൊ അവര് 100ാം വാർഷിക ആഘോഷിക്കുന്ന തിരക്കിലാണ്. അവരുടെ പാർട്ടി ഉണ്ടാക്കുന്ന യോഗത്തിൽ ദുആ ചെയ്തപ്പോ ആമീൻ പറയാൻ റസൂൽ ഉണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, ഞാന് സാന്ദർഭികമായിട്ട് സമൂഹം അള്ളാന്റെ റസൂലിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുന്നതിന്റെ ഒരു പച്ചയായ സാമ്പിള് പറയാൻ വേണ്ടിയിട്ട് എടുത്തു പറഞ്ഞു എന്ന് മാത്രം.
അങ്ങനെ ഓരോരുത്തരും എത്ര കളവുകളാണ് പറയുന്നത്. എനിക്ക് നബിയോട് വലിയ ബന്ധമാണ്, അയാൾക്ക് എത്ര ബന്ധമാണ്, ഇടക്കിടക്ക് ഇങ്ങനെ റസൂൽ അവരെ വീട്ടിൽ വരും, നബി തങ്ങൾ വരും, ഇങ്ങനെ ഓരോ ഔലിയാക്കന്മാരാണ്, സൂഫിമാരാണ് എന്ന് അവകാശപ്പെടുന്ന ആളുകളൊക്കെ ഇതേപോലെ ഇവർ ഉണർച്ചയിൽ തന്നെ ഇങ്ങനെ വന്നു എന്ന് കള്ളം പറയുന്നു. പിന്നെ അവർക്ക് സ്വപ്നത്തെ സംബന്ധിച്ച് കള്ളം പറയുന്നതിന് അല്പമെങ്കിലും പിന്നെ ഒരു ലജ്ജ ഉണ്ടാവുമോ? ഇത് പറയാനാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യം സൂചിപ്പിക്കുന്നത്. അപ്പൊ അത്രത്തോളം കളവുകൾ, ആത്മീയ രംഗത്തുള്ള കളവുകൾ ഈ സമൂഹം പറയുന്നുണ്ട്. എത്ര ഗുരുതരമായിരിക്കും അപ്പൊ കാര്യങ്ങൾ. ഇവിടെ സ്വപ്നത്തിൽ കാണാത്ത കാര്യം, സ്വപ്നത്തിൽ കണ്ടിട്ടില്ലാത്തൊരു സംഗതി കണ്ടു എന്ന് പറയുന്നതിന്റെ പോലും ഗൗരവമാണ് ഈ പറഞ്ഞത്. ഗുരുതരമായ പാതകമാണ്, തെറ്റാണ്, ശിക്ഷയാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ വിഷയം അല്പം വിശാലമായി തന്നെ നമ്മൾ വിശദീകരിക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ, ആളുകൾ ഈ വിഷയത്തിലുള്ള തെറ്റിദ്ധാരണയിൽ അകപ്പെടാതെ വിഷയത്തെക്കുറിച്ച് അവർക്ക് കൃത്യമായ ബോധ്യം ഉണ്ടാകണം എന്ന നിലക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാനും ആ നേരിനെ പിൻപറ്റി ജീവിക്കുവാനും നേരല്ലാത്തതിനോട് മാറി വിട്ട് അതിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പാതയെ വർജിച്ച് സത്യമാർഗത്തിലേക്ക് ചേർന്ന് നിൽക്കുവാനും എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മഹബ്ബത്ത് വെക്കുകയും അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ മഹബ്ബത്തിനെ നേടിയെടുക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ഒരു കളവ് പറയുന്ന ഒരവസ്ഥ വരാതെ റഹ്മാനായ റബ്ബ് നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.